ഇവിടുത്തെ ഏറ്റവും സുന്ദരമായ മേളങ്ങളിൽ ഒന്നാണ് ഈ മടത്തിൽ വരവ്. മടത്തിൽ വരവ് പതുക്കെ ഒരു ആനയിൽ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ കയറി കയറി നമ്മുടെ സ്വരാജ് റൗണ്ടിൽ കിടക്കുമ്പോൾ ആനകളുടെ എണ്ണം കൂടും. ആ വരവാണ് പിന്നീട് ഇവിടെ എത്തി പിന്നെ 5:30 കുടമാറ്റത്തിലേക്കുള്ള ഒരു വരവ്. മടത്തിൽ വരവാണ് പിന്നീട് കുടമാറ്റത്തിലേക്ക് വഴിമാറുന്നത്. ഇപ്പൊ എലഞ്ഞിത്തറ മേളമാണ് അടുത്തൊന്ന്. അത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങാണ് എലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. ഇലഞ്ഞിത്തറ മേളം പാണ്ടിമേളം ഈ ഒരു ക്ഷേത്രത്തിനകത്ത് ആദ്യമായിട്ടും അവസാനമായിട്ടും പാണ്ടിമേളം കൊട്ടുന്നത് പിന്നെ ഇലഞ്ഞിത്തറ പാണ്ടി ക്ഷേത്രത്തിനകത്ത് അനുവദനീയമല്ലാത്ത മേളമാണ്. അതെ, അത് ഏക സ്ഥലവും ഒരിക്കൽ മാത്രമേ കൊട്ടൂ, അത് ഇവിടെയാണ്. അപ്പോൾ എലഞ്ഞിത്തറ മേളം കഴിഞ്ഞാൽ പിന്നെ കുടമാറ്റമാണ്. കാരണം നമുക്കറിയാം ഈ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചത് പറഞ്ഞ ഈ പൂരത്തിന് വരുന്നത് പലരും പല താല്പര്യം കൊണ്ടാണ്. ഞാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്കൊരു ഇഷ്ടം എന്ന് പറയുന്നത് ഈ കുടമാറ്റം കാണാനാണ്. കാരണം ഓരോ കുടമാറ്റത്തിനും പലതരത്തിലുള്ള സസ്പെൻസുകളാണ് ഓരോ തവണയുള്ളൂ. പക്ഷേ ഇത്തവണ സസ്പെൻസുകൾ അധികമില്ല, പക്ഷേ കുറഞ്ഞ സമയം മാത്രമേ കുടമാറ്റമുള്ളൂ. പക്ഷേ എങ്കിലും സസ്പെൻസ് ഉണ്ടാവും, കാരണം ഒരു തവണ ഉപയോഗിച്ച കുട പിന്നെ ഉപയോഗിക്കില്ല അല്ലേ? അതെ, അതായത് ഒരു തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാക്കുന്ന കുട അത് പിന്നെ മറ്റു പല ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോകും സാധനം. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിന് ഒരിക്കൽ മാത്രമേ ഉയർത്തൂ. അത്തരത്തിൽ 65ഓളം സെറ്റ് കുടകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതിൽ വളരെ രസകരമായ കുടകളുണ്ട്, സർപ്രൈസ് കുടകളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇത്തവണ അതൊന്നും ഉയർത്തുമോ എന്ന കാര്യം നമുക്കറിയില്ല. നാം മനസ്സിലാക്കുന്നത് പാറമേക്കാവ് ഒരു 10-15 പിന്നെ കുടകൾ ഉയർത്തും, തിരുവമ്പാടി അതിനും കുറച്ച് താഴെ ഉയർത്തും. എന്തായാലും 15 മിനിറ്റ് എന്നതാണ് നിശ്ചയിക്കപ്പെട്ട സമയം. 15 കുടകൾ ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അരമണിക്കൂർ സമയം വേണം. അരമണിക്കൂറിൽ കൂടുതൽ വേണം. ഒരു കുടയ്ക്ക് ഒരു 1.5 മിനിറ്റ് സമയം. പക്ഷേ ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ തെക്കോട്ടിറക്കമുണ്ട്. ഇവർ ഇലഞ്ഞിത്തറ മേളം കഴിയും. ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് അവിടെ നിന്ന് ദേശക്കാർ ചേർന്ന് തെക്കോട്ടിറക്കം നടക്കും. ആ തെക്കോട്ടിറക്കം തുടങ്ങുന്നപ്പോൾ തന്നെ ഓരോ കുടകളും അവർ ഉയർത്തുമെന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തി ഇവിടെ രാജാവിനെ വണങ്ങി തിരിച്ച് മുഖാഭിമുഖമായി നിൽക്കുന്നത് വരെ സമയം നോക്കുകയാണെങ്കിൽ 15ഓളം ഇനം കുടകളുണ്ട്. അതായത് കുടമാറ്റം എന്ന് പറഞ്ഞ ചടങ്ങിന് മുൻപ് തന്നെ കുടകൾ ഉയർത്തി തുടങ്ങിയാൽ പതിവ് പോലെയുള്ള എല്ലാ കുടകളും ഉയർത്താൻ പറ്റുമെന്ന് വിചാരിക്കാം. 60-65 ഉയർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും 10-20ഓളം ഇനം കുടകൾ ഉയർത്താൻ കഴിയുമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ കുടമാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു കുടമാറ്റമായിരുന്നു. ഇത്തവണ അത്രയും അടിച്ചുപൊളി ഉണ്ടാവാൻ സാധ്യതയില്ല. അത്ര എന്തായാലും അത്ര ആവേശമൊക്കെ ഉണ്ടാവും. ആളുകൾക്ക് എത്ര ആവേശം ഉണ്ടോ നോക്കിയാലോ അല്ലേ? ചേട്ടൻ എവിടെ നിന്നാ വരുന്നത്? എന്നാ പൂരം അങ്ങനെ ഇത്തവണ കുറച്ച് സങ്കടമാണ്. ഈ പൂരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ്? വെടിക്കെട്ടാണോ, കുടമാറ്റമാണോ, ആനനെ കാണാനാണോ വന്നത്? കുടമാറ്റം അല്ല, സ്വാഭാവികമായിട്ട് ഈ കുടമാറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാഴ്ച ഭയങ്കരമാണ്. ഇപ്പോൾ മേളം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയതയും കൂടിയ മേളത്തിന്, അല്ലെങ്കിൽ എല്ലാം ഒരേ താളം പിടിച്ചിട്ട് ആ സാധനമാണ്. പക്ഷേ കാഴ്ചയിൽ ഏറ്റവും സുന്ദരമായി വരുന്നത് എല്ലാവർക്കും ആസ്വദിക്കാൻ ഒരു സാധാരണ എൻ്റെ പേര് ജയകൃഷ്ണൻ, തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്രാവശ്യത്തെ പരിപാടി അതിനാണ് അപകടങ്ങളിലൊരു ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്നാലും പരിപാടി ഭംഗിയായി നടക്കുന്നുണ്ട്. തൃശ്ശൂരത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈബാണ്, വൈബ് പോസിറ്റീവ് വൈബ് നടക്കുന്നുണ്ട്. അല്ലേ, അതുണ്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. രണ്ടുപേരും പാട്ട് വൈബ് എന്ന് പറഞ്ഞാൽ പലതരം ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് വരുന്നു, ഒത്തുചേരുന്നു, അവരിങ്ങനെ ഒത്തുകൂടി കൂട്ടായ്മയോട് പോകുന്നു. ഈ ഇലഞ്ഞിത്തറ മേളത്തെ കുറിച്ചും കൂടി പ്രധാനമായിട്ട് പറയണം. നമ്മൾ ലോകത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സിംഫണികളിൽ ഒന്നാണ് ഇലഞ്ഞിത്തറ മേളം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് പെരുവനംകുട്ടന്മാരാരേക്കും പതിറ്റാണ്ടുകൾ കൊട്ടി അതിൻ്റെ പ്രചാരം കീർത്തി സാധാരണക്കാരിലേക്ക് എത്തിച്ച ഏറ്റവും സുന്ദരമായ ആഘോഷങ്ങളിൽ എത്തിച്ച ആളുകളിൽ എത്തിക്കുന്നതിൽ പ്രധാനമാണ്. പക്ഷേ അവർ പിന്തുടർച്ചക്കാരും മോശമല്ല, ആരും മോശമല്ല. ഇതൊരു കൂട്ടായ്മയാണ്. വ്യത്യസ്തമായ മേളരൂപങ്ങൾ ഒരൊറ്റ പാത്രത്തിൽ വിളമ്പുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു താളമുണ്ട്. പതുക്കെ തുടങ്ങി അത് പിന്നെ കുറഞ്ഞ താളത്തിൽ തുടങ്ങി അത് കഴിഞ്ഞ് പതുക്കെ കൊട്ടി കയറി അതിൻ്റെ എല്ലാ കാലത്തിലൊക്കെ എത്തുമ്പോഴേക്കും അതെ, അത് രസകരമായി കേട്ടിരുന്നാൽ അത് സമയം പോകുന്നത് അറിയില്ല. അവിടെ കൊട്ടിക്കഴിയുന്ന സമയം ഒന്നും അറിയില്ല. നമ്മളൊക്കെ സാധാരണ DJ ആസ്വദിക്കുക എന്ന് പറയുന്ന പോലെ DJയേക്കാൾ വൈബിലാണ് എലഞ്ഞിത്തറ മേളം ആസ്വദിക്കുക എന്ന് പറയുന്നത്. പഞ്ചവാദ്യം, മടത്തിൽ വരവിന്റെ പഞ്ചവാദ്യം ആസ്വദിക്കുക എന്ന് പറയുന്നത്. അതിൽ ആ താളത്തിൽ അങ്ങനെ മുറുകണം അല്ലേ? അതെ, അതിങ്ങനെ കൈ ഇങ്ങനെ ഉയർന്നു ഇങ്ങനെ താളം തട്ടി മണിക്കൂറുകൾ കടന്നു പോകുന്ന അറിയില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും രസകരമായ തെക്കോട്ടിറക്കം എന്നൊക്കെ പറഞ്ഞത്. ആ തെക്കോട്ടിറക്കം ഒരു ദേശക്കാരുടെ ഒരു അവകാശമാണ്. സത്യത്തിൽ നമ്മൾ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അവകാശങ്ങൾ, അതായത് ഒരു കാലം കൊണ്ട്
സംഭാവന ചെയ്ത ഒരു അവകാശങ്ങളുള്ള ഒരുപാട് സംഗതികളോട് ഇതിലുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തെ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും മേളമോ കൊട്ടോ അങ്ങനൊന്നും മാത്രമല്ല, ഒരു സമഗ്രമായ ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ ചിത്രം ഇവിടെ ഒന്ന് കാണാൻ കഴിയും. എല്ലാ ജീവിതങ്ങളും ഇവിടെ ഒന്ന് കാണാൻ കഴിയും. പൂരപ്പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ എത്ര തരത്തെ ആളുകളെ കാണാം, എന്തെല്ലാം താല്പര്യങ്ങളുള്ള ആളുകൾ വരും. ആ എത്രയോ ആളുകൾ ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരം പൂർണ്ണമായി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ കൊല്ലുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂരം ഇത്തവണ മാറ്റിവെക്കണം, അങ്ങനെ ആരെയും വിചാരിച്ചാൽ മാറ്റിവെക്കാൻ കഴിയുന്ന കോവിഡ് കാലത്ത് മാറ്റിവെച്ചൊഴികെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സംസ്കാരം ഇവിടെയുണ്ട്, ചരിത്രമുണ്ട്. ഈ പൂരത്തിന്റെ ചരിത്രം, പൂരത്തിന്റെ സംസ്കാരം നേരത്തെ ജയസിനോട് സൂചിപ്പിച്ചാൽ പൂരം ഒരു ജീവിതമായി മാറിയ ആൾക്കാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂരപ്പറമ്പ് നടക്കുമ്പോൾ ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും വെള്ളം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ജീവിതങ്ങൾ എന്ന് പറയുന്നത് സമ്പന്നരുടെക്കാളും സാധാരണക്കാരുടെ ജീവിതം ഈ ദിവസം കൊണ്ട് കിട്ടുന്ന പിന്നെ അമ്മൂമ്മയൊക്കെ വരുന്നുണ്ടല്ലേ. എവിടുന്ന അമ്മ വരുന്നത്? തലശ്ശേരി. ആദ്യമായിട്ട് വരികയാണോ? പൂരത്തിന് ഇങ്ങനെ വന്ന് പോകാനുള്ള ആ കാര്യം എന്തോ? നമ്മള് കൊടുങ്ങല്ലൂർ വന്നതാ. കൊടുങ്ങല്ലൂരിൽ നിന്ന് രാവിലെ ആയിരുന്നു ഇവിടെ വരാം. അങ്ങനെ എവിടുന്ന? തലശ്ശേരി. കൊടുങ്ങല്ലൂർ വന്നപ്പോ ഇങ്ങോട്ട് വന്ന പൂരം ആദ്യമായിട്ട് കാണും. ആദ്യമായിട്ട് കാണും. ഇങ്ങോട്ട് നേരത്തെ വന്നു? കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കുറെ വന്നു. അതൊക്കെ കണ്ടു. ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടില്ല. കൊടുങ്ങല്ലൂര് വരും. അപ്പൊ ആദ്യമായിട്ടാണ് അല്ലേ? പിന്നെ രഞ്ജിത്ത്, ഇതിനകത്ത് ഒരു മുറിവുണക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് പ്രയാസങ്ങളുള്ള മനുഷ്യരുണ്ടായിരിക്കും, ജീവിതത്തിൽ ഒരു പ്രാരാബ്ധങ്ങളുണ്ടായിരിക്കും. അതിനെല്ലാം മറക്കാൻ ഒരു സന്തോഷം കണ്ടെത്താൻ ഈ തിരക്കുകൾക്കിടയിൽ ലയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ വേദനകൾ മറക്കാനൊക്കെ പറ്റുന്ന ഒരു വലിയ സംവിധാനം. ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഇപ്പോൾ 15ഓളം പേർ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ അമ്മൂമ്മയ്ക്കും തലശ്ശേരിയിൽ നിന്നും അവിടെ നിന്നും വരികയാണ്. അവർ അത് ഓർത്തിരിക്കലല്ല, ഒരു അതിജീവനത്തിൻ്റെ ഒരു കല സത്യത്തിൽ ഈ പൂരത്തിലുണ്ട്. ഒരു അതിജീവനമാണെന്ന് പറയുന്നത്. മാത്രമല്ല ജിസ്നേട്ടാ, ഇതേ പൂരം എന്ന് പറയുമ്പോൾ 2 ദിവസം മുമ്പ് വലിയൊരു അപകടം ഉണ്ടായി. പക്ഷേ പൂരത്തിന് വരാൻ വേണ്ടി കഴിഞ്ഞ 1 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് ലീവ് എടുത്ത് ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് 2 ദിവസം മുമ്പ് 1 മാസം മുമ്പ് ഒന്നും ബുക്ക് ചെയ്താൽ കിട്ടില്ല. 1 വർഷം മുമ്പ് 6 മാസം മുമ്പൊക്കെ ലീവ് എടുത്ത് വരേണ്ട ആൾക്കാരുണ്ട്. നേരത്തെ തന്നെ ഒരു ദുബായിൽ നിന്ന് വന്ന ഒരാളെ കണ്ടു. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, പക്ഷെ എത്രയോ വർഷമായി തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല. ഇത്തവണ പ്ലാൻ ചെയ്ത് വന്നതാണ്. വലിയൊരു അനുഭവത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് എത്ര തരം അനുഭവങ്ങൾ കാണാൻ കഴിയും. അത് ചില സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ചൂട്, വേദന, ആളുകളിൽ നിന്നുള്ള ദ്രോഹങ്ങൾ, സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ രൂപം നിങ്ങൾക്ക് ഈ തേക്കിൻകാടിലൂടെ ഇങ്ങനെ കറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏതായാലും ഇങ്ങനെ പൂരക്കാഴ്ചകൾ ഇങ്ങനെ ഒടുങ്ങാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ വരവ് ഘടകപൂരങ്ങൾ തുടങ്ങിയതാണ്. 8 ഘടകപൂരങ്ങൾ എത്താനുണ്ട്. ഏറ്റവും ഒടുവിൽ നെയ്തലക്കാവ് ഭഗവതിയാണ്. നെയ്തലക്കാവ് ഭഗവതിയുടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ? നെയ്തലക്കാവിൽ അമ്മയോട് എത്തിക്കഴിഞ്ഞ ഘടകപൂരങ്ങൾ. നെയ്തലക്കാവ് അമ്മയാണ് ഇവിടെ ആളുകൾ വിളിച്ചു കയറ്റുന്നത്. നെയ്തലക്കാവ് അമ്മയാണ് ഏറ്റവും അവസാനം ഇവിടെ എത്തി എല്ലാം ശരിയായോ, മറ്റേ ചെറുക പൂരങ്ങളൊക്കെ എത്തിയോ എന്നൊക്കെ നോക്കി അവസാനം ഇവിടെ എത്തുന്നതും നെയ്തലക്കാവ് അമ്മയാണ്. മേൽനോട്ടമുണ്ട്. അതെ, അമ്മയിലാണ് തുടങ്ങുന്നതും അമ്മയിലാണ് അവസാനിക്കുന്നത്. ഇന്നലെ പൂര വിളംബരം എന്ന് പറയുന്നത് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറി വന്ന് പൂര വിളംബരം നടത്തിപ്പോയി. ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവ് വന്നു. അതിനുശേഷം ഓരോരുത്തരും ഓരോ ഘടകപൂരങ്ങൾ എത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെയ്തലക്കാവിൽ അമ്മ കൂടി വന്ന് അവസാനിക്കും. അതിനുശേഷമാണ് എലഞ്ഞിത്തറ മേളം നടക്കുക. അതിനുശേഷമാണ് കുടമാറ്റം നടക്കുക. പിന്നെ രാത്രി ആവുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നോക്കുക, ആ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ എത്രയോ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരുന്നവർക്ക് ഒരു ചായ അങ്ങനെ നോക്കി ചോദിച്ചു നോക്കുക. ചേച്ചി എവിടുന്നാ? പാലക്കാട്. പാലക്കാട് പൂരത്തിന് വരാറുണ്ടോ? എല്ലാ പൂരത്തിനും പോകാറുണ്ട്. ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് കൗണ്ടർ ഇടണമെങ്കിൽ കമ്മിറ്റിക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുക്കണം. കൊടുക്കണം. അതറിയില്ല, ഓണർക്കറിയുള്ളൂ. അപ്പോ അങ്ങനെ കൗണ്ടർ ഇടാനൊക്കെ ആൾക്കൂട്ടം വരുന്നുണ്ടോ? ഇപ്പോഴാണ് ആൾക്കൂട്ടം വരുന്നുണ്ട്. ആളുണ്ടല്ലേ? ടീച്ചർ പേരെന്താ? എന്റെ പേര് വസന്ത. കൗണ്ടറിൽ എങ്ങനെ നിൽക്കുമ്പോ പൂരം കാണാൻ പറ്റുമോ? കൂട്ടം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പൂരം കാണാം. പോയി കാണണമെന്നുണ്ട് അല്ലേ? കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി ചായ അടിക്കുന്നതിന്റെ കൂട്ടത്തില് പൂരം